ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട NCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ SCERTകൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് NCERT ചാപ്റ്റേഴ്സിനാണ്. അതായത് +1ലെയും +2ലെയും കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കാണുന്നത്. ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ചോദിക്കുന്നവർക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നമുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാവുന്നതാണ്. +1 ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തത്തിൽ 7 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഈ 7 ചാപ്റ്ററും നിർബന്ധമായിട്ടും പഠിക്കാനുള്ളവയാണ്. ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യ സ്ഥാനം. ഈ ചാപ്റ്ററിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യയുടെ ഘടനയും ഭൂപ്രകൃതിയും. ഈ അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഏഴാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം. ഇതിൽ നമ്മൾ നദികളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നാലാമത്തെ ചാപ്റ്ററാണ് കാലാവസ്ഥ. 5 നൈസർഗിക സസ്യജാലങ്ങൾ, 6 മണ്ണ്, 7 പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. ഈ 7 ചാപ്റ്ററും നമുക്ക് നമ്മുടെ സിലബസ് നോക്കിയാൽ അതിൽ കാണാൻ കഴിയും. അപ്പം ഈ 7 ചാപ്റ്ററും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഇനി +2ൽ പഠിക്കാനുള്ള ജിയോഗ്രഫി ടെക്സ്റ്റുകൾ 2 ഉണ്ട്. ഒന്ന് ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ഒരു ബുക്കും, രണ്ടാമത്തേത് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നിങ്ങനെ 2 ബുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റായ ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് ഇനി പറയുന്നത്. അതിൽ 5ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5ാമത്തെ അധ്യായം ഭൂവിഭവങ്ങളും കൃഷിയും, 6ാമത്തെ അധ്യായം ജലവിഭവങ്ങൾ, 7ാമത്തെ അധ്യായമാണ് ധാതുക്കളും ഊർജ വിഭവങ്ങളും, 8ാമത്തെ അധ്യായം ഉൽപാദന വ്യവസായങ്ങൾ, 10ാമത്തെ അധ്യായം ഗതാഗതവും വാർത്താവിനിമയവും, 11ാമത്തെ അധ്യായം അന്താരാഷ്ട്ര വ്യാപാരം. ഈ 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി. +2ൽ തന്നെ വരുന്ന 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഈ ബുക്കിൽ നിന്ന് ഏകദേശം ഒരു 4 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 5ാമത്തെ അധ്യായം പ്രാഥമിക പ്രവർത്തനങ്ങൾ, 6ാമത്തെ അധ്യായം ദ്വിതീയ പ്രവർത്തനങ്ങൾ, 7ാമത്തെ അധ്യായം തൃതീയ പ്രവർത്തനങ്ങളും ചതുർത്ഥ പ്രവർത്തനങ്ങളും. ഈ പാഠഭാഗത്ത് നിന്ന് സെലക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സിലബസിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി. എന്നാൽ 8ാമത്തെ അധ്യായമായ ഗതാഗതവും വാർത്താവിനിമയവും എന്ന പാഠഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഇനി +2ൽ തന്നെ പഠിക്കാനുള്ള ജനറൽ ജിയോഗ്രഫിയെ പറ്റി പറയുകയാണെങ്കിൽ ജനറൽ ജിയോഗ്രഫി ടെക്സ്റ്റായ ഭൗതിക ഭൂമിശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്ന ബുക്കിൽ നിന്ന് ഏകദേശം ഒരു 15 ചാപ്റ്ററോളം നമുക്ക് വായിക്കാനുണ്ട്. അതിൽ 2ാമത്തെ അധ്യായം ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും, 3ാമത്തെ അധ്യായം ഭൂമിയുടെ ഉള്ളറ, 4ാമത്തെ അധ്യായം വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, 5ാമത്തെ അധ്യായമായ ധാതുക്കളും ശിലകളും, 6ാമത്തെ അധ്യായമാണ് രൂപീകരണ പ്രക്രിയകൾ, 7ാമത്തെ അധ്യായം ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും, 8ാമത്തെ അധ്യായമാണ് അന്തരീക്ഷ ഉള്ളടക്കവും ഘടനയും, 9ാമത്തെ അധ്യായം സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ്, 10ാമത്തെ അധ്യായമാണ് അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹവും. ഇതിലാണ് നമുക്ക് കാറ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുള്ളത്. 11ാമത്തെ അധ്യായമാണ് അന്തരീക്ഷത്തിലെ ജലം, 12ാമത്തെ അധ്യായം ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും, 13ാമത്തെ അധ്യായം ഏതാണ്? ജലം, സമുദ്രങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. 14ാമത്തെ അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സമുദ്രജല ചലനങ്ങൾ. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സമുദ്രജല ചലനങ്ങൾ എന്ന 14ാമത്തെ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. 15ാമത്തെയും 16ാമത്തെയും ചാപ്റ്റേഴ്സാണ് ഭൂമിയിലെ ജീവൻ, ജൈവ വൈവിധ്യവും സംരക്ഷണവും. ഈ 2 ചാപ്റ്ററിൽ നിന്നും സെലക്റ്റീവായിട്ടുള്ള പഠനം മതി. നമുക്ക് സിലബസിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിച്ചാൽ മതി. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. 2
പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് 9 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ആദ്യത്തെ ചാപ്റ്ററാണ് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം പഠിക്കാൻ കഴിയും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി പഠിക്കാം. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളെ പറ്റിയൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. രണ്ടാമത്തെ അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഈ അധ്യായത്തിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. മൂന്നാമത്തെ അധ്യായമാണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പറ്റിയും FPTP, ആനുപാതിക പ്രാതിനിധ്യം, ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. നാലാമത്തെ അധ്യായം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം. അഞ്ചാമത്തെ അധ്യായം നിയമനിർമ്മാണ സഭ. ആറാമത്തെ അധ്യായം നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി. ഏഴാമത്തെ അധ്യായം ഫെഡറലിസം. എട്ടാമത്തെ അധ്യായം പ്രാദേശിക ഗവൺമെന്റുകൾ. ഒമ്പതാമത്തെ അധ്യായമാണ് ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ. ഈ ചാപ്റ്ററിൽ നിന്ന് ഭരണഘടന എങ്ങനെ ഭേദഗതി വരുത്താമെന്നും ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഇനി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ഒരു 5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ 12ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യം പഠിക്കണം. 13ാമത്തെ അധ്യായം സമത്വം പഠിക്കാനുണ്ട്. 14ാമത്തെ അധ്യായം സാമൂഹിക നീതിയെ പറ്റി പഠിക്കാനുണ്ട്. 15ാമത്തെ അധ്യായമാണ് അവകാശങ്ങൾ. 16ാമത്തെ അധ്യായം പൗരത്വം. ഇങ്ങനെ ഒരു 5 ചാപ്റ്റർ പാർട്ട് 2-ൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പ്ലസ് 2-ലേക്ക് പോവുകയാണെങ്കിൽ പ്ലസ് 2 രാഷ്ട്രമീമാംസ എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം, സമകാലിക ലോക രാഷ്ട്രീയം എന്നിങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ആദ്യത്തെ അധ്യായമായ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന പാഠഭാഗം പഠിക്കണം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര വെല്ലുവിളികളെ പറ്റിയും ഇന്ത്യ വിഭജനം, വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അടുത്തത് പഠിക്കേണ്ടത് 3ാമത്തെ അധ്യായമാണ് ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. ഈ ചാപ്റ്ററിൽ നിന്ന് ആസൂത്രണത്തെ പറ്റിയിട്ടും പഞ്ചവത്സര പദ്ധതികളെ പറ്റിയും ഹരിത വിപ്ലവത്തെ പറ്റി, നീതി ആയോഗിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ അധ്യായമാണ് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇവിടെ നമുക്ക് ചേരിചേരാ നയം, ഇന്ത്യയുടെ ആണവ നയം എന്നിവയൊക്കെ പറ്റി പഠിക്കാം. 6ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി എന്ന ചാപ്റ്ററിൽ നിന്ന് അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. 7ാമത്തെ അധ്യായം ജനകീയ പ്രസ്ഥാനങ്ങൾ. ഇവിടെ നമുക്ക് ചിപ്കോ പ്രസ്ഥാനം, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സർദാർ സരോവർ പദ്ധതി കൂടാതെ കുറച്ച് ജനകീയ പ്രസ്ഥാനങ്ങളും കൂടെ നമുക്കിവിടെ വായിക്കാവുന്നതാണ്. അടുത്തത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 1ാമത്തെ അധ്യായം ശീതസമര കാലഘട്ടം എന്ന ചാപ്റ്റർ പഠിക്കണം. അതുപോലെ 6ാമത്തെ അധ്യായം അന്തർദേശീയ സംഘടനകൾ. 8ാമത്തെ അധ്യായം പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. ഈ 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് 2-ലെ ആദ്യത്തെ ചാപ്റ്റർ ആമുഖം. അതിൽ മൈക്രോ മാക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 2ാമത്തെ അധ്യായം ദേശീയ വരുമാനം കണക്കാക്കൽ. 3ാമത്തെ അധ്യായമാണ് പണവും ബാങ്കിങ് സംവിധാനങ്ങളും. 5ാമത്തെ അധ്യായം ഗവൺമെന്റ് ബഡ്ജറ്റും സമ്പദ്ഘടനയും. 6ാമത്തെ അധ്യായം സ്ഥൂല ധനശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും. ഇങ്ങനെ ഒരു 5 ചാപ്റ്ററാണ് പ്ലസ് 2 നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പ്ലസ് 1 എക്കണോമിക്സിൽ നിന്ന് നമുക്ക് ഒരു 5 ചാപ്റ്റർ വായിക്കാനുണ്ട്. 1ാമത്തെ അധ്യായം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന എന്ന അധ്യായം വായിക്കണം. 2ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരണം. 3ാമത്തെ ചാപ്റ്റർ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ചാപ്റ്ററിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. 4ാമത്തെ അധ്യായമാണ് ദാരിദ്ര്യം. 6ാമത്തെ അധ്യായം ഗ്രാമവികസനം, തൊഴിൽ, വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റു പ്രശ്നങ്ങളും. അപ്പം ഈ ഒരു 5 ചാപ്റ്റർ പ്ലസ് 1 എക്കണോമിക്സും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി NCERT ഹിസ്റ്ററി പഠിക്കാനുള്ളത് 10ാമത്തെ അധ്യായമായ കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. 11ാമത്തെ അധ്യായം കലാപകാരികളും ബ്രിട്ടീഷ് രാജും. ഇതിലാണ് 1857-ലെ കലാപത്തെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അടുത്തത് 12ാമത്തെ അധ്യായം മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും.
ഇതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. 13ാമത്തെ അധ്യായമാണ് വിഭജനത്തെ മനസ്സിലാക്കൽ. അടുത്തത് കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന ബുക്കിൽ നിന്ന് 14ാമത്തെ അധ്യായം ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം എന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 15ാമത്തെ അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ സമയമുള്ളവർക്ക് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന ബുക്കിലെ MK ഗാന്ധിയുടെ രൂപാന്തരം 1ാം ഘട്ടം, MK ഗാന്ധിയുടെ രൂപാന്തരം 2ാം ഘട്ടം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്നിങ്ങനെ ഒരു 3 ചാപ്റ്ററും കൂടെ സമയമുള്ളവരാണെങ്കിൽ അവർക്ക് കൂടെ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട NCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NCERT ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളവർക്ക് ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. ചാനലിൽ ഓരോ ചാപ്റ്റേഴ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.